ഹലോ എവരി വൺ. ഇത് ക്ലാസ് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. രാവിലെ റെഡിയൊക്കെ ആയി. അമ്മ പുട്ടൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആവി വരുവാണെങ്കിൽ നീ ഒന്ന് ഓഫ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ ഓഫ് ചെയ്തു. പിന്നെ സമയമുള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കിടക്കയൊക്കെ ഒന്ന് ജസ്റ്റ് വിരിച്ചിട്ട് കേട്ടോ. എല്ലാ ദിവസവും ഇത് ചെയ്യാറില്ല, കാരണം സമയം കിട്ടാതെ ധൃതി പിടിച്ച് ഓടാറാണ് പതിവ്. ഇന്നിപ്പോൾ അച്ഛന് ജോലിയില്ലാത്ത ദിവസമാണ്. അപ്പോൾ അച്ഛൻ ടൗണിൽ പോകുന്നുണ്ട്, എന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലാഗായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. സമയം ഒരുപാടുള്ളത് അതുകൊണ്ടാണ്. പിന്നെ ചായക്ക് വെച്ച വെള്ളമാണെന്ന് ഓർത്ത് ഞാൻ ചായപ്പൊടി ഇട്ടു കേട്ടോ. പക്ഷേ ചായക്ക് വെച്ച വെള്ളം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചതായിരുന്നേ. അതങ്ങനെ ഒരു അബദ്ധമായിപ്പോയി. പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം എടുത്ത് ഞാൻ കുപ്പിയിലാക്കി ബാഗിലേക്ക് വെച്ച് കേട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ കുടയും എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ബുക്കുകളൊക്കെ ആണെങ്കിലും രാവിലെയാണ് എടുത്തു വെക്കുന്നത്. ഹോംവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും പിന്നെ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് രാവിലെയാണ് കേട്ടോ എടുത്തു വെക്കാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അച്ഛൻ റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കുക കേട്ടോ. അച്ഛൻ രാവിലെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുള്ളൂ ടൗണിലോട്ടെ. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ഞാൻ പുറത്തേക്ക് വന്നേ. നമ്മുടെ തെങ്ങിൽ നിന്നൊരു തെങ്ങോല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് ഇറുക്കിലി എടുക്കാമെന്നും പറഞ്ഞ് മുറ്റത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. പെരയ്ക്കകത്ത് നിന്ന് ഒരുങ്ങിയാലും ഞാൻ പുറത്ത് വന്ന് കണ്ണാടിയിലൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും പൗഡറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ. ഒരുപാട് നേരത്തെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. പിന്നെന്താ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം റോസാപ്പൂവിന് പുഴു പിടിക്കുന്നുണ്ടായിരുന്നെന്ന്. അപ്പോൾ അമ്മ ഇന്നലെ വൈകുന്നേരം എന്തോ ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ട് പൂക്കളിലൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ പുഴു പിടിക്കുമെന്നൊന്നും അറിയത്തില്ല, അത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ മഴ കഴിഞ്ഞതോടെ തന്നെ എല്ലാം ഡാലിയയിലും മുട്ടായി കേട്ടോ, നിറച്ച് മുട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ അവിടെ റോസാപ്പൂക്കൾ കഴിയുന്നതിന് പുറകെ ഡാലിയ കേട്ടോ ആയിരിക്കും കേട്ടോ ഭംഗിയായിട്ട് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ, പൂക്കൾ വിരിയുന്നത്. ഞാൻ എപ്പോഴും പോയി നോക്കും ഇതിൽ വല്ല പുഴു ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പുഴുവിൻ്റെ ചെറിയ കാഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ ഇലയിൽ കൂടെ നിറച്ച്. അപ്പോൾ പുഴു അവിടെ എവിടെയെങ്കിലും തങ്ങിയിരിക്കുന്നുണ്ടാവും. കാരണം ഇതും പുഴുക്കേട് വരുന്ന ചെടി തന്നെയാണല്ലോ. പിന്നെന്താ നോക്കിയേ, എൻ്റെ ഈ കാന്താരി, എൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അമ്മയാണ് കേട്ടോ നട്ട് നനച്ചുണ്ടാക്കിയത്. അപ്പോൾ കാന്താരി കാണാൻ നല്ല രസമില്ലേ. ഈ ഒരു മരവും നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി റോസാപ്പൂക്കൾക്ക് കാണിച്ചില്ല എന്നൊരു പരാതി വേണ്ട, അതുകൊണ്ട് ഞാൻ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഇതാ സീനിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതാ ഭംഗിയുള്ള മിനി റോസ, എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വേറൊരു കളറും കൂടെ വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തെച്ചി 3 കളറുണ്ട് ഇതുപോലത്തെ